Hello, Namaskaram. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലൈഫ്സ്റ്റൈൽ ബീറ്റ്സ് വിത്ത് ഹർഷ. ഇന്ന് നമ്മുടെ മോണോക്രോം മേക്കപ്പ് സീരീസിന്റെ 4ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ 4ാമത്തെ വീഡിയോയിൽ നമ്മൾ ചൂസ് ചെയ്തേക്കുന്ന കളർ പിങ്ക് ആണ്. പിങ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ്. ആൻഡ് പിങ്ക് കളർ വെച്ചിട്ട് നമുക്ക് ഒരുപാട് മേക്കപ്പ് ലുക്സ് ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് ഒരുപാട് വിയറബിൾ ആയിട്ടുള്ളൊരു ലുക്ക് നമുക്ക് പിങ്ക് കളർ വെച്ചിട്ട് കിട്ടും. അപ്പം ഞാൻ പിങ്ക് കളർ വെച്ചിട്ട് ഈ ഒരു ലുക്കാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ലുക്ക് എങ്ങനെയാണ് ചെയ്തതെന്ന് നമുക്ക് കണ്ടു നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ. വീഡിയോ അവസാനം വരെ കാണുക. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കാം. ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സും ആയിട്ടൊക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോ കണ്ടു നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. എല്ലാ തവണയും പോലെ ആദ്യമേ തന്നെ നമ്മൾ ഫേസ് പ്രെപ്പ് ആൻഡ് പ്രൈം ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ പ്രെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പോൺഡ്സ് ലൈറ്റ് മോയ്സ്ചറൈസറാണ് എടുക്കുന്നത്. എനിക്ക് ഈ ഇടയായിട്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. നല്ലൊരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ അത് ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് നേരെ ഐസിലേക്ക് കിടക്കാം. ആദ്യമേ തന്നെ ഐബ്രോസ് ഫിൽ ഇൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഐബ്രോസിനൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഐ ഷാഡോ പാലറ്റിൽ നിന്ന് കളേഴ്സ് എടുത്തിട്ടാണ് എൻ്റെ ഐബ്രോസ് ഫില്ല് ചെയ്തത്. നിക്കാക്കയുടെ ഒരു ഐബ്രോ പാലറ്റാണ്, ഐ ഷാഡോ പാലറ്റാണ് എടുത്തേക്കുന്നത്. അതിനകത്ത് ഈ 2 കളേഴ്സ് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഐബ്രോസ് ഫുള്ളും ഫില്ലിൻ ചെയ്തത്. അങ്ങനെ ആകുമ്പം നമുക്ക് നല്ല നാച്ചുറൽ ആയിട്ടുള്ളൊരു ഐബ്രോസ് കിട്ടും. അപ്പം ജെന്റ്ലി സ്ട്രോക്സ് കൊടുത്തിട്ട് നമുക്ക് ഐബ്രോസ് നന്നായിട്ട് ഫില്ലിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂളി വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തിട്ട് അത് എക്സാക്റ്റ് ഷേപ്പ് ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഞാനൊരു കൺസീലറാണ് എടുക്കുന്നത്. ഇത് NYBയുടെ കൺസീലറാണ് എടുക്കുന്നത്. അത് ജസ്റ്റ് ഐലിഡ്സിൽ ഫുള്ളും ഞാൻ അപ്ലൈ ചെയ്യാണ്. എന്നിട്ട് അത് ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പൗഡറും ഇട്ടായിരുന്നു കേട്ടോ. അത് ഷൂട്ട് ചെയ്യാൻ സ്കിപ്പായിപ്പോയി. ഇനി നമ്മൾ നിക്കാക്കയുടെ ഈ ഒരു ഐ ഷാഡോ പാലറ്റ് എടുത്തത് ഏറ്റവും ലൈറ്റ് പിങ്ക് കളർ ഉണ്ടായിരുന്നു അതിൽ. അതെടുത്തിട്ട് ഞാൻ ആസ് എ ട്രാൻസിഷൻ കളർ അപ്ലൈ ചെയ്യാണ്. കുറച്ച് എടുത്തിട്ട് ട്രാൻസിഷൻ കളർ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒട്ടും ഹാർഷ് ലൈൻസ് പാടില്ല. നെക്സ്റ്റ് SFR ദ സിറ്റി മിനി പാലറ്റിലെ ഈ ഒരു നല്ല വൈബ്രൻറ്റ് പിങ്ക് കളറാണ് എടുക്കുന്നത്. അത് ഞാൻ ഒരു സ്പഞ്ച് ടിപ്പ് ബ്രഷിൽ എടുക്കുകയാണ്. എന്നിട്ട് പെയ്യാണ് കേട്ടോ. ഞാൻ കുറച്ച് കളേഴ്സ് മാത്രം ഭയങ്കര സൂക്ഷിച്ചാണ് കളർ എടുത്തേക്കുന്നത്. അതെടുത്തിട്ട് ഒരു വി പോലെ ആക്കിയെടുക്കുകയാണ്. അതായത് ഞാൻ എൻ്റെ സെൻറ്റർ ഓഫ് ദ ലിഡിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഔട്ടർ സൈഡിലോട്ടാണ് കൂടുതലും ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഒരു വി ഷേപ്പിലാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ഇന്നർ ഐലിഡ്സിലോട്ട് ഞാൻ ഒട്ടും കൊണ്ടുപോകുന്നില്ല. സെൻറ്റർ പോർഷൻ ഞാൻ ഫ്രീ ആയിട്ട് തന്നെ വിട്ടേക്കാണ് ഇപ്പം തന്നെ. ഇനിയും ഒരു ബ്രഷ് എടുത്തിട്ട് അത് അങ്ങനെ തന്നെ ആ ഒരു ഷേപ്പിൽ തന്നെയാണ് ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ സെൻറ്റേഴ്സിലോട്ട് ഒന്നും അത് ബ്ലെൻഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് മേളിലോട്ട് കുറച്ച് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഔട്ടർ കോർണേഴ്സിൽ ഒരു വി ഷേപ്പ് കൊടുത്തിട്ടാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. കാരണം നമ്മൾ സെൻറ്ററിൽ വേറൊരു കളറാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് മാർസ് ഐ ഷാഡോ പാലറ്റ് ആണ് എടുക്കുന്നത്. അതിലേത് ഈ ഒരു പർട്ടിക്കുലർ പിങ്ക് കളർ ഉണ്ടല്ലോ, അത് ഞാൻ ജസ്റ്റ് ഒരു ഫ്ലാറ്റ് ടോപ്പ് ബ്രഷിൽ എടുക്കുകയാണ്. അതെന്നിട്ട് ഞാൻ ജസ്റ്റ് ഔട്ടർ വീല് മാത്രം പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് കുറച്ചൊരു ഷൈനി ആയത് കാരണം നമ്മുടെ ഔട്ടർ പോർഷനിൽ നന്നായിട്ട് ഷൈനി ആയിട്ട് കിടക്കും. നെക്സ്റ്റ് നമ്മൾ മേക്കപ്പ് റെവല്യൂഷൻ്റെ ന്യൂട്രൽസ് റീലോഡഡ് പാലറ്റ് 2 എടുക്കുകയാണ്. അതിലേത് ഈ ഒരു കളർ, ഇത് എന്താ പറയുക, ഒരു മോവി കളറാണ്. അതെടുത്തിട്ട് ഞാൻ എൻ്റെ സെൻറ്റർ പോർഷനിൽ അപ്ലൈ ചെയ്യുകയാണ്. നിങ്ങൾക്ക് കൈവച്ച് ചെയ്യാം. ഞാനിപ്പോൾ ബ്രഷ് വെച്ചിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. കൈവച്ചിട്ട് ചെയ്യുമ്പോൾ ആയിരിക്കും കുറച്ചും കൂടി എനിക്കൊന്ന് കളർ കിട്ടുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ഇതിപ്പം അപ്ലൈ ചെയ്യാണ്. ഇതിപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഹേലോ ഐസ് പോലെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ഐലൈനർ അപ്ലൈ ചെയ്യാണ്. ഒരു
തിന്നായിട്ടുള്ളൊരു വിങ് ഐലൈനറാണ് ഞാൻ അപ്ലൈ ചെയ്തേക്കുന്നത്. നമ്മൾ തിക്കായിട്ടിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഐ ഷാഡോ ഒന്നും അത്രയ്ക്ക് വിസിബിൾ ആവില്ല. അത് കാരണമാണ് വളരെ തിന്നായിട്ട് മാത്രം ഒരു ഐലൈനർ, വിങ് ലൈനർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫേസിലേക്ക് കിടക്കാം. ആദ്യമേ തന്നെ പ്രൈം ചെയ്യാം. ബ്ലൂ ഹെവൻ്റെ പ്രൈമറാണ് ഉപയോഗിച്ചേക്കുന്നത്. അത് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാണ്, ടീ സോൺസിലും ആൻഡ് എനിക്ക് ഓപ്പൺ പോർസ് ഉള്ളിടത്തും അപ്ലൈ ചെയ്യാണ്. നെക്സ്റ്റ് മേബ്ലിൻ ഫിറ്റ് മീയുടെ ട്യൂബ് ഫൗണ്ടേഷനാണ് എടുത്തേക്കുന്നത്. ഇത് ഞാനൊരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടാണ് ഇന്ന് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഫുൾ ഫേസിൽ ബ്ലെൻഡർ വെച്ചിട്ട് തന്നെ ഞാൻ അപ്ലൈ ചെയ്യാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാണ് വേണ്ടത്. നെക്കിലിടാനും മറക്കരുത് കേട്ടോ. നിങ്ങൾ എന്തിട്ടാലും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നെക്കിലും കൂടി ഇടുക. അത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ടൈം എടുത്തിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ ഒരുപാട് നമുക്കിങ്ങനെ പാച്ചി പോലെ ആയിപ്പോവും. അപ്പം നന്നായിട്ടിത് ബ്ലെൻഡ് ചെയ്യുക. വെറ്റ് ബ്യൂട്ടി ബ്ലെൻഡർ ആയിരിക്കണം, അതും കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. കൺസീലർ ഒന്നും ഞാനിവിടെ എടുക്കുന്നില്ല, ഡയറക്റ്റ്ലി ഞാൻ പൗഡർ ഒന്ന് അപ്ലൈ ചെയ്യുന്നത് മാത്രം ഫേസിൽ. ഫുൾ ഫേസിൽ കളർ ബാർ USA ലൂസ് പൗഡറാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് നോസ് ജസ്റ്റ് ഒന്ന് കോണ്ടൂർ ചെയ്യാം. കിസ് ബ്യൂട്ടിയുടെ ഒരു കോണ്ടൂർ ആൻഡ് ഹൈലൈറ്റർ പാലറ്റാണ് എടുത്തേക്കുന്നത്. അതെടുത്തിട്ട് ഞാൻ ജസ്റ്റ് നോസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് തോന്നി കുറച്ച് നോസ് ഒന്ന് കുറച്ച് ഷാർപ്പ് ആക്കി വെക്കാമെന്ന്. അപ്പോൾ അത് ജസ്റ്റ് ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നോസ് ജസ്റ്റ് ഒന്ന് കോണ്ടൂർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ നോസിൻ്റെ നല്ലൊരു നമുക്ക് ഷാർപ്പായിട്ടുള്ളൊരു നോസ് കിട്ടും. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കോണ്ടോർ ബ്രോൺസ് ഒക്കെ ചെയ്യാം. ഈ സെയിം പാലറ്റ് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു പാലറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതെടുത്തിട്ട് അതിലൊരു ബ്രൗൺ കളറാണ് എടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഞാനൊന്ന് കോണ്ടോർ ചെയ്യുന്നുണ്ട്, ചെറുതായിട്ട് മാത്രം. ആൻഡ് ചിന്നിലും ഞാനൊന്ന് കോണ്ടോർ ചെയ്യുന്നുണ്ട്. എനിക്കെന്ത് ഫേസ് ഒന്ന് കുറച്ച് സ്ലിം ആക്കി കാട്ടണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചിന്നൊക്കെ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് കോണ്ടോർ ചെയ്തത്. ഇനി നമുക്ക് ബ്ലഷ് ഇടാം. ഷുഗർ കോസ്മെറ്റിക്സിൻ്റെ പിങ്ക് പിനാക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്ലഷാണ് എടുത്തേക്കുന്നത്. നല്ലൊരു അടിപൊളി എല്ലാ സ്കിൻ ടോണിനും ചേരുന്ന ഒരു ബ്ലഷാണ് കേട്ടോ. അത് ഞാൻ ചീക്സിലിടുന്നുണ്ട്. ആൻഡ് ചീക്സിലിടുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോസിലും കൂടെ ഇടാനായിട്ട് ശ്രമിക്കുക. അപ്പം നല്ലൊരു ഭംഗിയാണ്, നാച്ചുറൽ ഒരു ബ്ലഷിങ് എഫക്റ്റ് കിട്ടും. ഇനി ഇത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഓംബ്രെ ബ്ലഷ് കം ഹൈലൈറ്റർ ആണ് എടുക്കുന്നത്. മൈറ്റൈ ബയോ എ ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണിത്. ഇത് ജസ്റ്റ് ഒബ്വിയസ്ലി ചീക്ക് ബോൺസിലും നോസിലും ക്യൂപ്പിഡ് ബോയിലും ഒക്കെ നന്നായിട്ട് തന്നെ ഹൈലൈറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കോളർ ബോൺസിലും ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ലോവർ ലാഷസ് ചെയ്യാം. ആദ്യമേ തന്നെ സ്റ്റേ കോക്കിയുടെ ബാഡ് ആസ് കാജൽ വെച്ചിട്ട് ബ്ലാക്ക് കളറാണ് ഇത് വെച്ചിട്ട് വാട്ടർ ലൈൻ എഴുതാണ്. തിന്നായിട്ട് മാത്രം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാണ്. ഇത് ഒരു കാജൽ പെൻസിൽ കം ലിപ് ലൈനർ ഒക്കെയാണ്. ഇതൊരു പിങ്ക് കളറാണ്. അത് വെച്ചിട്ട് ഞാൻ താഴെ ഒന്ന് സ്മഡ്ജ് ചെയ്യാണ്. അതായത് ആ ബ്ലാക്ക് കളറ് ഈ ഒരു പിങ്ക് കളർ വെച്ചിട്ടാണ് ഞാൻ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം നമ്മളൊരു മോണോക്രോം ലുക്കാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ എല്ലായിടത്തും നമുക്ക് സെയിം കളർ തന്നെ വേണ്ടേ. ഇനിയും ആ ഒരു SFR മിനി പാലറ്റിലെ സെയിം നമ്മൾ ഐബ്രോസിന് ഐ ഷാഡോയ്ക്ക് എടുത്ത കളർ വെച്ചിട്ട് തന്നെ ലോവർ ലാഷസിൽ ഒന്ന് പി അപ്ലൈ ചെയ്തിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മസ്കാരയുടെ മൈടെക്സ് ഡാസ്ലറിൻ്റെ മസ്കാരയാണ്. അതൊരു നല്ല 3 to 4 കോട്ട്സ് അപ്പർ ലാഷസിലും ലോവർ ലാഷസിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ ഒരു ഹൈലൈറ്റർ എടുത്തിട്ട് ഐസിൻ്റെ ജസ്റ്റ് ആ കോർണേഴ്സിലൊന്ന് അപ്ലൈ ചെയ്യാണ്. ലിപ്സിന് വേണ്ടിയിട്ട് ഞാൻ 2 ലിപ്സ്റ്റിക്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇട്ടേക്കുന്നത്. ഇത് ലോറിയൽ പാരീസ് റൂസ് സിഗ്നേച്ചറിൻ്റെ ഒരു ലിപ്സ്റ്റിക്കും ദെൻ NYB മെറ്റ്സ് മാറ്റ് ലിപ് ക്രയോണിൻ്റെ ഒരു ഷെയ്ഡുമാണ്. രണ്ടും നല്ല അടിപൊളി ഒരു പിങ്ക് ഷെയ്ഡാണ്. അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇട്ടേക്കുന്നത്. ആദ്യമേ തന്നെ ലിപ് ക്രയോൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്തു ആൻഡ് കുറച്ചൊന്ന് ഫില്ലിൻ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലോറിയൽ പാരീസിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക് എടുത്തിട്ട് ഫുള്ളും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഇവിടെ ഈ ഒരു ലുക്ക് ഫുള്ളും കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മോണോക്രോമാറ്റിക് സീരീസിൻ്റെ 4ാമത്തെ വീഡിയോ ആണ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുന്നത്.
മേക്കപ്പ് സീരീസ് മോണോക്രോമാറ്റിക്കിന്റെ 4ാമത്തെ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആയേക്കാണ്. ഐ ഹോപ്പ് എല്ലാവർക്കും ഈ ലുക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. ഒരുപാട് ഒന്നും ചെയ്തു എന്ന് തോന്നൂല, ബട്ട് നമ്മൾ മേക്കപ്പ് ഇട്ടിട്ടുമുണ്ട്, നമുക്കൊരു സന്തോഷം. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ലൈക്ക് ചെയ്തേക്കാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം, ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഒന്ന് ഷെയർ കൂടെ ചെയ്തേക്കാം. നമുക്ക് അടുത്തൊരു നല്ല മോണോക്രോം ലുക്കിൽ കാണാം. അതുവരെയും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ആൻഡ് സ്റ്റേ ഹോം. ബൈ.